ഹായ് ഹലോ. അപ്പോൾ എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് തിരുവോണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്കാലപ്പ് നെക്ക് മോഡലുള്ള നെക്കാണ്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3.5 എടുത്തിട്ടുണ്ട്. താഴേക്ക് ഞാനൊരു നെക്കിൻ്റെ ഡെപ്ത്ത് ഒരു 6.5 ആണ് എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മൾ ആ നെക്ക് എപ്പോഴും വരയ്ക്കുമ്പോൾ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കണമല്ലോ. അപ്പം ഒരു സ്ക്വയർ പോലെ അതിനകത്ത് ഞാൻ സ്ക്വയറല്ല റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി മേളിലോട്ടായിട്ട് ഒരു 1 ഇഞ്ചും കൂടി നമുക്ക് മാർക്ക് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു റെയിൻ ഡ്രോപ്പ് പോലെ ഒരു ഡിസൈൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ആ താഴെ 1/2 ഇഞ്ചിലേക്ക് ഇതുപോലൊരു റെയിൻ ഡ്രോപ്പ് വരച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇതിങ്ങനെ പേന വെച്ച് വരച്ചിട്ട് പോലും വലിയ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി അത് നമ്മൾ ആ 1 ഇഞ്ചിൽ നിന്ന് അവിടെ ഒരു ചെറിയൊരു ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്കാലപ്പ് പോലെ വരച്ചെടുക്കാം. നമ്മൾ സ്കാലപ്പൊക്കെ വരയ്ക്കുമ്പോൾ എപ്പോഴും ഈ നടുവിൽ നിന്ന് തന്നെ നമ്മൾ ഓൺ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഭാഗത്ത് നിന്ന് തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് നമ്മൾ ടോപ്പിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ജോയിനിങ്ങിൻ്റെ അവിടെ എത്തുമ്പോഴും കറക്റ്റായിട്ട് വന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുത്താലേ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്കാലപ്പിൻ്റെ ഇത് വരയ്ക്കുന്നത്. ഈ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല ഇതിനേക്കാൾ ചെറുത് വേണമെങ്കിൽ ചെറിയ ഏതെങ്കിലും അടപ്പെടുക്കോ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നെക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഇതുപോലൊരു ഇത് ഞാൻ എന്തിനാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ എക്സസ് ആയിട്ട് വന്ന ആ ക്യാൻവാസ് പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടി വരച്ചതാണ്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് പോലും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വീഡിയോ ഇടുന്നു. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ്. അതുപോലെ തന്നെ തയ്യൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുത്താൽ, നിങ്ങളൊരു ലൈക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ യൂട്യൂബ് വേറൊരാളിലേക്ക് റെക്കമെൻഡ് ചെയ്യും. അല്ലെങ്കിൽ അവർ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരുന്നു പ്ലീസ്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നമ്മുടെ ലൈനിങ്ങുമായിട്ട് നമുക്ക് വെച്ച് എടുക്കാം. ചിലർ അതല്ലാതെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേപ്പറിൽ ഒരു വേറൊരു മെറ്റീരിയലിൽ ചെയ്തെടുക്കുന്നവരും ഉണ്ടാവും. പക്ഷേ ഞാനിത് ലൈനിങ്ങിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെയുണ്ട്, ഒരു ഷൈനിങ് വരുന്ന ക്യാൻവാസിലൊരു ഷൈനിങ് വരുന്ന ആ പാർട്ടുണ്ട്. ആ പാർട്ടിനെയാണ് ഞാനിപ്പോൾ ലൈനിങ്ങിൻ്റെ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ സെൻറ്റർ പോർഷനെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് നമ്മുടെ നെക്കും കൂടി വെച്ച് അത് നല്ല രീതിയിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ഇതായിട്ട് അവിടെ അങ്ങ് ഇതായി ഇരുന്നോളും, ഇളകി വരുമൊന്നുമില്ല. അപ്പം നമുക്കതിനെ അയൺ ചെയ്യാം. അയൺ ചെയ്യുന്നതിന് മുമ്പ് നല്ല പൊസിഷൻസ് എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം. കാരണം അയൺ ചെയ്ത് അതിൽ പതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, നമ്മൾ അയൺ ചെയ്യുന്ന ഇതിൽ തന്നെ അതവിടെ പ്രസ്സായി ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചേക്കുന്ന ഈ ലൈനിങ് ഫാബ്രിക് ഉണ്ടല്ലോ, അതിനെ അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നമുക്ക് ഏത് വശമാണോ നല്ല വശം എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ വരച്ച് വെച്ചേക്കുന്ന ആ ലൈൻസിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് മറിച്ചെടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പോയിൻറ്റുകൾ കറക്റ്റായിട്ട് വന്ന് എൻഡ് ചെയ്ത് പിന്നെ തിരിച്ചതിൽ നിന്ന് ഒരു റാ പോലെ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമുക്ക് മറിച്ചെടുക്കുന്ന സമയത്ത് ആ പോയിൻറ്റിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് നമ്മൾ വിചാരിക്കുന്നത് പോലെ കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ പോയിൻറ്റ്സ് വന്ന് എൻഡ് ചെയ്യുന്നതും അത് കറക്റ്റായിട്ട് ആ റാ കറക്റ്റായിട്ട് തന്നെ
സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്യിക്കാൻ നോക്കണം. ഇത് നമ്മളിനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ എക്സസ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലെല്ലാം കുഞ്ഞു 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 ഡാട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ ആ നടുക്കത്തെ വരുന്ന ആ എൻഡ് ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു ഫിനിഷിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരും. മറിച്ചിടുമ്പോൾ തന്നെ ആ ഷേപ്പ് കറക്റ്റ് ആവാതെ വരും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ പോയിൻ്റ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുമ്പോൾ അതും ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന നൂല് കട്ടായി പോവാതെ എന്നാൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കട്ട്സ് ഇട്ട് കൊടുക്കണം. എന്നാലേ മറിച്ചെടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഉദ്ദേശിച്ച പോലെ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറിച്ചെടുക്കുന്നത്. മറിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അവിടെ ഒരു ചെറിയ റൗണ്ട് വരുന്ന റെയിൻ ഡ്രോപ്പ് വരുന്ന അവിടെ ഒരു കുഞ്ഞ് മുത്ത് വേണമെങ്കിൽ പിടിപ്പിച്ച് കൊടുക്കാം, രണ്ടും കൂടി ജോയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാവുന്നതാണ്. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല പ്രസ് ചെയ്ത് അയൺ ചെയ്ത് എടുത്താലും മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.